എന്റെ പേര് ജോയി എന്നാണ്. ജോയി താക്കോൽക്കാരൻ. തൃശ്ശൂരിലെ ഒരു പാവം ബിസിനസ്സുകാരനാണ്. ഇതാണ് എന്റെ പുതിയ പ്രൊഡക്റ്റ്. പുണ്യാളം വെള്ളം എന്നാണ് എന്റെ പേര്. വളരെ യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സംഭവം വേറെ ഒന്നുമല്ല. തൃശ്ശൂർ ടൗണിലെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ കോർപ്പറേഷൻ പോലും ചെയ്യാത്ത ഒരു നല്ല കാര്യമാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ എനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ലക്ഷങ്ങളാണ് എന്റെ അടുത്ത് പേടയ്ക്കാൻ പറയണത്. ഇതെന്താണത്? ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സർക്കാരുണ്ട് ഇവിടെ. ഒരു കൊട്ടി അമ്മയിലേക്ക് മൂത്രമൊഴിക്കാൻ വരെ പോകാനായിട്ട് 5 പോലീസുകാരാണ്. എന്തുകൊണ്ടാണ് പിടിച്ചു കൊടുക്കാനാ? മാറി നിൽക്കണോ? എനിക്ക് അകമ്പടിയൊന്നും വേണ്ട. KSRTC അവരുടെ ഓഫീസ് തല്ലി തകർത്തു പറഞ്ഞ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാ? അവരുടെ പാഴ്സൽ സർവീസിന്റെ കുഴപ്പം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാണ്. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനുള്ള ആളുകൾക്ക് ഇതിപ്പോ എവിടെയാണ്? എന്തുകൊണ്ടാണ് ഈ ബൈ ഇലക്ഷൻ നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്യണേ? എന്നിട്ട് എന്തുകൊണ്ട് തേങ്ങ നടക്കണേ? ഭരണത്തിൽ വന്ന് കഴിഞ്ഞ 1 കൊല്ലമായിട്ട് നമ്മുടെ നാട് മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തൻ രാജശേഖരന്റെ സർക്കാർ. ഇവിടത്തെ മീഡിയാസിനെ മുഴുവൻ വിലക്ക് മേടിച്ച് കോർപ്പറേറ്റ് കള്ളക്കടത്ത് നടത്തണു ആ കള്ളൻ. 21 ഈർക്കിലി പാർട്ടികളെ കൂട്ടിച്ചേർത്തൊരു തട്ടിപ്പ് മുന്നണി ഉണ്ടാക്കി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് കോമാളി വേഷം കെട്ടി നടക്കല്ലേ അയാള്. ഇവനെയൊക്കെ വെടിവെച്ചു കൊല്ലണം. എന്നിട്ട് നാട്ടിലുള്ള ആമ്പിള്ളേരെ അധികാരത്തിൽ വരണം. എന്നാലേ നമ്മുടെ നാട് നന്നാവും. നിനക്ക് ഞാനിവിടെ ഒരു വീട് പണി തരട്ടാ ജോയിയെ. തമാശയിലടാ, കാര്യായിട്ടാ. ആദ്യമായിട്ടുള്ള കേരളത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും വിമർശിക്കുന്നത് എന്ന വാദം ഈ കേസിൽ വില പോവില്ല യുവർ ഓണർ. ആ പദവി അവഹേളിക്കുകയാണ് ജോയ് താക്കോൽക്കാരൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. പോരെങ്കിൽ CM-നെ വധിക്കുമെന്ന ഭീഷണിയും. മാതൃകാപരമായി ജോയ് താക്കോൽക്കാരനെ ശിക്ഷിക്കണമെന്നാണ് ഈ പൊതു താല്പര്യ ഹർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏയ്, കൊല്ലുന്നൊക്കെ ആള് തമാശക്ക് പറഞ്ഞതാ അല്ല ജോയെ? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. പുറത്തിറങ്ങി ഞാൻ ആരെങ്കിലും ഒക്കെ കൊല്ലും. ഈ കോടതിയോട് പോലും എനിക്ക് ദേഷ്യമാണ്. ജോയെ, എന്ത് മണ്ടത്തരാ നീ കാണിച്ചത്? CM-നൊക്കെ തെറി പറയാന്ന് പറഞ്ഞാൽ എന്താ ശിക്ഷ എന്നറിയോ? ഇപ്പൊ ഇന്റർനെറ്റ് നിയമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രിക്റ്റാ. അനുഭവിച്ചോളാന്ന്. അല്ലാണ്ട് എന്താ ചെയ്യാ? CM-നെ വിമർശിച്ചു എന്നും പറഞ്ഞ ഒരു സ്പെസിഫിക് ആയിട്ട് എന്നെ ശിക്ഷിക്ക്. അപ്പൊ പിന്നെ ആരും പ്രതികരിക്കില്ലല്ലോ. ഏയ്, നീ ഒന്ന് സമാധാനിക്ക് ജോയെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തുട്ട് പരിഹാരം ഉണ്ടാക്കാൻ? നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ട് ഇപ്പൊ ഇവിടെ. സ്വന്തം മതത്തിന്റെ പേര് റോട്ടിൽ ഇറങ്ങി എന്നിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടാർക്കെങ്കിലും? ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്ന നോട്ട് മുഴുവൻ പിൻവലിച്ച് ഒരു നാടിന് മുഴുവൻ ടെൻഷനിലാക്കി ബാങ്കിന് മുന്നിൽ ക്യൂ നിർത്തി. പിന്നെ പാൻ കാർഡ് ആധാറായിട്ട് ലിങ്ക് ചെയ്യുക, ആധാർ മൊബൈലായിട്ട് ലിങ്ക് ചെയ്യുക. എന്തുട്ടത്? ഇട്ടിരുന്ന അണ്ടർവെയറിന്റെ പള്ളി മാത്രമേ ഇനി ആധാറായിട്ട് ലിങ്ക് ചെയ്യാനുള്ളൂ. ഇങ്ങനെ എഴുതാം നമ്മുടെ നാട്. അതൊക്കെ പോട്ടെ, നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ നാഷണൽ ആന്തെന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും എണീറ്റിക്കണം. അതെണീറ്റിക്കാം, സന്തോഷമുള്ള കാര്യമുള്ളൂ. പക്ഷെ ആദ്യം ഈ കോടതിയിലും സർക്കാർ ഓഫീസിലും നിയമസഭയിലൊക്കെ അല്ലേ ഈ നാഷണൽ ആന്തം വെക്കണ്ടേ? നാഷണൽ ആന്തം തെറ്റാതെ പാടുന്ന എത്ര മന്ത്രിമാരുണ്ട് ഇവിടെ. ഇവരൊക്കെ ഉണ്ടല്ലോ ഈ നാട് നശിപ്പിച്ച് കുട്ടിച്ചോറാക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, സത്യം പറയണവരൊക്കെ പിടിച്ച് ജയിലിട്. ഈ സർക്കാർ എനിക്ക് നീതി തരണവരെ ഇവിടുത്തെ നിയമം ലംഘിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഇവിടുന്ന് അങ്ങോട്ട് എന്റെ സൈലൻസ് ആണ് എന്റെ ശബ്ദം. ജയിലിലെ ഫുഡ് തന്നാ ഇതാ കുഴപ്പം, പറഞ്ഞാലും മനസ്സിലാവില്ല. മുഖ്യമന്ത്രിക്കെതിരായ ഫേസ്ബുക്ക് പരാമർശങ്ങൾക്ക് 3 മാസത്തേക്കാണ് തൃശൂർ മജിസ്ട്രേറ്റ് കോടതി ജോയ് താക്കോൽക്കാരനെ ശിക്ഷിച്ചിരിക്കുന്നത്. വിധിക്കെതിരെ അപ്പീൽ പോകാതെ ശിക്ഷ സ്വീകരിക്കാനുള്ള ജോയ് താക്കോൽക്കാരന്റെ തീരുമാനം തൃശൂർ ടൗൺ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുമെന്നാണ് സൂചന. എന്നാൽ ജോയ് പ്രതിപക്ഷത്തിന്റെ ഒരു ചട്ടകം മാത്രമാണെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. ജോയ് താക്കോൽക്കാരൻ ജയിലിൽ കിടന്ന് പ്രതിഷേധിക്കുന്നത് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഈ വരുന്ന ബൈ ഇലക്ഷനിൽ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ശക്തൻ രാജശേഖരൻ ഗവൺമെന്റിന് നമ്മൾ കൊടുക്കേണ്ടത്.